നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സത്യത്തിൽ ഇന്ദ്രൻ നല്ലവനാ. അവന് ഉള്ളിലെല്ലാവരോടും സ്നേഹവും കരുണയൊക്കെ ഉള്ളവനാ. പക്ഷേ അവൻ അവന്റെ അമ്മയുടെ താളത്തിന് തുള്ളി തുള്ളി സ്വന്തം മനസാക്ഷിയെ പോലും മറന്ന് അവൻ ഓരോന്ന് ചെയ്യുന്നതേ ഉള്ളൂ. ആ, അതും ശരിയാ. മക്കള് മാതാപിതാക്കളെ അനുസരിക്കരുതെന്നല്ല, പക്ഷേ താലികെട്ടിയ ഭാര്യയ്ക്കും പരിഗണന കൊടുക്കണം. അതാണ് ശരി. മാഷ് പറയുന്നതാ ശരി. അമ്മ പറയുന്ന മാത്രം കേട്ട് ജീവിക്കാനായിരുന്നു തീരുമാനമെങ്കിൽ അനുവിനെ കല്യാണം കഴിക്കാനും കുട്ടിയെ ഉണ്ടാക്കാനൊന്നും പാടില്ലായിരുന്നു. ആ മോളെ സുഖാണോ? അതെ ആന്റി. ഇപ്പോ വേദനയും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ മോളെ? ഇല്ലെങ്കിലേ കുഴപ്പമൊന്നുമില്ല. ഇന്ദു എന്താ വരാത്തെ? അവൾക്ക് എന്തൊക്കെയോ പഠിക്കാനൊക്കെ ഉണ്ട്, അതാ വരാത്തെ. മോളോട് പ്രത്യേക അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്ദുവിനെ വിളിച്ചോളാം. ശരി മോളെ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ ചായ എടുക്കാം. ധൃതിയൊന്നുമില്ല, പതിയെ എടുത്താൽ മതി. കുറച്ച് കഴിഞ്ഞേ ഞങ്ങൾ പോകുന്നുള്ളൂ. ശരി അങ്കിൾ. മാഷ് ഇന്ദ്രന്റെ കാര്യത്തിൽ അങ്ങനെ പ്രതീക്ഷ കൈവിടുവൊന്നും വേണ്ട. എനിക്ക് അനു ഇന്ദ്രനും ഒന്നിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാവുമെന്ന് നല്ല പ്രതീക്ഷയുണ്ട്. ആ, എല്ലാം വിധി പോലെ വരട്ടെ. നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും തീരുമാനിച്ചാലും ഈശ്വരൻ വിധിക്കുന്നത് പോലെയല്ലേ നടക്കൂ. ആ അതെ. ചീരുമോൾ എവിടെ? അവളെ കണ്ടില്ലല്ലോ. ചേച്ചി കടയിൽ പോയിരിക്ക. അതെ, എത്രയെന്ന് കരുതിയ അവള് വെറുതെ ഇരിക്കുന്നത്. അവൾക്കും തയ്യൽ അറിയാവുന്ന സ്ഥിതിക്ക് അതൊരു വരുമാന മാർഗമാക്കാനാ അവളുടെ തീരുമാനം. അതിനാവശ്യമായ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയതാ. അത് നന്നായി. സ്വയം വിഷമിച്ചും സഹിച്ചും വീട്ടിലിങ്ങനെ അടച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് അവൾ ഈ ചെയ്തത് തന്നെയാ. ആ, അതുകൊണ്ടാ അവൾ ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോ ഞാൻ അതിനെ അനുകൂലിച്ചത്. എപ്പോഴും പെൺകുട്ടികൾക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉള്ളത് വളരെ നല്ല കാര്യമാ മാഷെ. അതെ, അവളെക്കുറിച്ച് ഓർക്കുമ്പോഴാ എനിക്ക് സങ്കടം. ഈ പ്രായത്തിനിടയ്ക്ക് അവൾ ഒരുപാട് അനുഭവിച്ചു, അതും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ. എല്ലാം ശരിയാവും മാഷേ. നല്ലവരെ ഈശ്വരൻ കൂടുതൽ പരീക്ഷിക്കുന്ന, പക്ഷേ അതിൽ അവസാന വിജയം അവർക്ക് തന്നെയായിരിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാനും ജീവിക്കുന്നത്. പിന്നെ മാഷേ, ഞങ്ങള് ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ഒരു വിശേഷം പറയാൻ കൂടിയാ. എന്താ കാര്യം? ഇന്ദുവിന്റെ കല്യാണം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചതാണല്ലോ, അത് ഉടനെ അങ്ങ് നടത്താൻ തീരുമാനിച്ചു. ആഹാ, അതൊരു വലിയ സന്തോഷം തന്നെയാണല്ലോ. വിവാഹ തീയതി കുറിച്ചപ്പോ അതാദ്യം മാഷിനോട് തന്നെ പറയണമെന്ന് തോന്നി. സന്തോഷം. കുറച്ചേറെ നാളുകളായി പ്രശ്നങ്ങൾ മാത്രമായിരുന്നല്ലോ. ഇന്ദുമോളുടെ വിവാഹം എല്ലാവർക്കും സന്തോഷിക്കാനുള്ള സമയമാവട്ടെ. വളരെ കുറച്ച് ദിവസങ്ങളെ ഇനി വിവാഹത്തിനുള്ളൂ. എല്ലാത്തിനും സച്ചേട്ടനും ഗോകുലിനും ഒപ്പം മാഷും ഉണ്ടാകണം. അതെ, സത്യം പറഞ്ഞ അതോടെ പറയാനാ ഞങ്ങൾ വന്നത്. അത് പിന്നെ പ്രത്യേകം പറയണോ സച്ചി? ഞങ്ങൾക്കൊരു പ്രശ്നം വന്നപ്പോ എല്ലാ വിഷമങ്ങളും മറന്ന് കൂടെ നിന്നവരാണ് നിങ്ങൾ. അപ്പൊ പിന്നെ ആ വീട്ടിൽ നടക്കുന്ന ഈ ഒരു നല്ല കാര്യത്തിൽ നിന്ന് ഞാനും കുടുംബവും മാറി നിൽക്കൂ. മോളോട് കൂടിയാ പറയുന്നേ. ഇന്ദുവിന്റെ വിവാഹത്തിന്റെ എല്ലാ ചടങ്ങിനും മോളുകൂടി ഉണ്ടാവണം. ശരി ആന്റി. പിന്നെ നിനക്കെന്തെങ്കിലും മോളോട് പറഞ്ഞേൽപ്പിക്കാനുണ്ടെങ്കിൽ ചെല്ല്, പോയി സംസാരിക്കേ. ആ ശരി. ഞാന് പെട്ടെന്ന് വിവാഹം നടത്താൻ തീരുമാനിച്ചത് കുടുംബത്തിൽ നടക്കാൻ പോകുന്നൊരു വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാ. എന്തു പറ്റി സച്ചി? ഗോകുലിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഞാനും സാവിത്രിയും ഒരു ജോത്സ്യനെ കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു കുടുംബത്തിന് വലിയൊരു ദോഷസമയമാണെന്നും അത് മറികടക്കാനായിട്ട്
ഒരു മംഗളകർമ്മം നടത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ടുകൂടിയ മാഷെ പെട്ടെന്ന് ദിവസം കുറിച്ചത്. മാഷിനറിയാലോ, ഞങ്ങളിപ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് വേദനകൾ സഹിച്ചു. ഇനി വയ്യ. സച്ചി വിഷമിക്കാതെ. എല്ലാം കഴിഞ്ഞില്ലേ? ദോഷം പറഞ്ഞപ്പോ തന്നെ അതിനുള്ള പരിഹാരവും ജ്യോത്സ്യര് നിർദ്ദേശിച്ചില്ലേ? ആ പരിഹാരകർമ്മം ചെയ്യുന്നതിലൂടെ എല്ലാ ദോഷവും അവസാനിക്കും. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. പക്ഷേ മാഷെ, ഞാനൊരു കാര്യം ചോദിക്കുന്നതുകൊണ്ട് മാഷിനൊന്നും തോന്നരുത്. അതൊരച്ഛൻ്റെ സ്വാർത്ഥതയായി കണ്ടാലും സാരമില്ല. എന്തിനാ സച്ചി? നമുക്കിടയിൽ ഇങ്ങനൊരു വളച്ചു ചുരുളൊക്കെ എന്തായാലും തുറന്നു പറ. മറ്റൊന്നുമല്ല മാഷെ, ഗോകുലിന്റെയും മഞ്ചാടിയുടെയും കാര്യമാ. അവൻ മഞ്ചാടിയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി. എന്റെ മോൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ജീവിതവും ഇത് തന്നെയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഇതുവരെ മഞ്ചാടി മോളോട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടില്ല. എന്തായാലും ഇന്ദുമോളുടെ വിവാഹം നടക്കട്ടെ. അപ്പോഴേക്കും ഈ കാര്യത്തിലും നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. അത് മതി മാഷെ. ഇനിയുള്ള സമയം നമുക്കെല്ലാവർക്കും നല്ലതാവുമെന്ന് നമുക്ക് ആശ്വസിക്കാം. അതെ. മോളെ, ആന്റി നിർബന്ധിക്കൊന്നുമല്ല. ഗോകുലിന് ഒരു തിടുക്കവും. അവൻ നിനക്ക് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ തയ്യാറാ. പിന്നെ ഏട്ടന്റെ അനിയത്തിയുടെയും കല്യാണം ഒരുമിച്ച് നടത്തണമെന്നൊരാഗ്രഹം ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അതാ ഇന്ദുവിന്റെ കല്യാണം ഇതുവരെ നീണ്ടുപോയത്. ഇപ്പോ ജാതകവശാ ഇന്ദുവിന്റെ കല്യാണം ഉടനെ നടത്തിയേ പറ്റൂ എന്നൊരവസ്ഥയിലാ. അതൊന്നും മോള് കാര്യാക്കണ്ട. മോൾക്ക് പഠിക്കണമെങ്കിൽ പഠിച്ചോ. കല്യാണം അതിനുശേഷം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി കല്യാണം കഴിഞ്ഞ് പഠിക്കുന്നതിലും ഞങ്ങൾക്ക് സന്തോഷേ ഉള്ളൂ. എനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ശേഷം കല്യാണം മതിയെന്ന. ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടം എന്താണോ അതുപോലെ മാത്രമേ ഞങ്ങൾ എല്ലാവരും തീരുമാനം എടുക്കൂ. മഞ്ചാടിയെ നിർബന്ധിച്ചൊന്നും സമ്മതിപ്പിക്കരുതെന്ന് ഗോകുല് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരാഗ്രഹേ ഉള്ളൂ. ഇന്ദുവിന്റെ കല്യാണത്തിന് മുമ്പ് നിങ്ങളുടെ എൻഗേജ്മെന്റ് എങ്കിലും നടത്തി വെക്കണം. അതിന് മോള് സമ്മതിക്കണം. എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല ആന്റി. അച്ഛൻ എന്ത് തീരുമാനിച്ചാലും ഞാൻ അതിന് തയ്യാറാകും. ആ, ബാക്കിയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. ചായ എടുത്തു വെച്ചിട്ടുണ്ട്. ആന്റിനെയും കൂട്ടി വാ മഞ്ചാടി. വരൂ ആന്റി.